Hello everyone. നമ്മൾ ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കംപ്ലീഷനൊക്കെ നോക്കാൻ പോവുകയാണ്. സെൻറ്റൻസ് കംപ്ലീഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ജോയിനിങ് സെൻറ്റൻസും പാര കംപ്ലീഷനൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. എങ്ങനെയാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്യുന്നത്? ഹി സബ്മിറ്റഡ് ദ ആപ്ലിക്കേഷൻ, he saw the job notification, he prepared all the required documents, he attended the interview. ഇത് എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കാം? എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ് വരുന്നത്? ഫസ്റ്റ് ഹി സോ ദ ജോബ് നോട്ടിഫിക്കേഷൻ, ക്യൂ ആണ്. ദെൻ വാട്ട്? ഹി പ്രിപ്പയർഡ് ഓൾ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടു, എല്ലാ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും പ്രിപ്പയർ ചെയ്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ സോ ബി ആണ് കറക്റ്റ് ആൻസർ. The second question, the rain stopped, the children went outside, they started playing football, dark clouds covered the sky. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നിങ്ങളൊരു കാര്യം നോക്കുക. എസ് ആണ് മെജോറിറ്റി ആയിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഓപ്ഷൻസിൽ കാണുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ, റെയിൻ സ്റ്റോപ്ഡ്, പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻസ് നോക്കുക. അതിൽ എസ് ആണ് ഫസ്റ്റ്. അപ്പോൾ മോർ പ്രോബബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കും സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ, ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ ആണെങ്കിൽ പോലും റെയിൻ സ്റ്റോപ്ഡ് അതും എന്തായാലും വരത്തില്ലല്ലോ, അത് വരത്തില്ല. ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ, അപ്പോൾ ചിൽഡ്രൻ വെന്റ് ഔട്ട്സൈഡ്, അപ്പോൾ റെയിൻ സ്റ്റോപ്പായി. പിന്നെ റെയിൻ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഫുട്ബോൾ ദേ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഫുട്ബോൾ. അങ്ങനെയാണ്. അപ്പോൾ എ ആണ് ഇതിൻ്റെ ആൻസർ. എ ആണ്. ഓക്കെ, ആദ്യത്തിൻ്റെ ആൻസർ ഏതായിരുന്നു? ബി ആട്ടോ. ബി ആണ് ആൻസർ. ഇത് എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം, ദ സ്റ്റുഡൻസ് ഗ്രീറ്റഡ് ഹെർ, ഷീ സ്റ്റാർട്ടഡ് ദ ലെസൺ, ദ ബെൽ റാങ്. ഇതും ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ കറക്റ്റായിട്ടൊരു ഓപ്ഷൻ തന്നിട്ടില്ല. കറക്റ്റായിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എസ് തുടക്കമാണെങ്കിൽ പോലും എസ് കഴിഞ്ഞ് പി ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എസ് കഴിഞ്ഞ് പി വരുന്നൊരു ഓപ്ഷൻ തന്നിട്ടില്ല. അതായത് ദ ബെൽ റാങ്, ബെല്ലടിച്ചു, ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ആ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ ക്ലാസ് റൂമിൽ കയറി, ദ സ്റ്റുഡൻസ് ഗ്രീറ്റഡ് ഹെർ, കയറിയ ക്ലാസ് ടീച്ചറിനെ സ്റ്റുഡൻസ് ഗ്രീറ്റ് ചെയ്തു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ദ ലെസൺ, അത് കഴിഞ്ഞ് ടീച്ചർ ലെസൺ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. സോ അത് നിങ്ങൾ കറക്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചോദിക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പറാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും, മാർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി പോവുക കേട്ടോ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പേഷ്യൻറ്റ് കൺസൾട്ടഡ് എ ഡോക്ടർ. അടുത്തത് ഹീ റിക്കവേർഡ് കംപ്ലീറ്റ്ലി, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ്, ഹീ ടുക്ക് മെഡിസിൻസ് റെഗുലർലി. ഇതിലെന്താണ് ആൻസർ വരിക? എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സ്പീഡായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആൻസർ പറഞ്ഞു പോകുന്നത് 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് പല ടോപ്പിക്കിൽ നിന്ന്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇംഗ്ലീഷ് ടോപ്പിക്കിൽ നിന്ന് പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ എഴുതി ചെക്ക് ചെയ്യുക കേട്ടല്ലോ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് വരുന്നത്. പേഷ്യൻ കൺസൾട്ടഡ് എ ഡോക്ടർ, അത് കഴിഞ്ഞ് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ, കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻസ് റെഗുലർലി പേഷ്യൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് റിക്കവറായി എന്നുള്ളത്. എ ആണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അഗെയിൻ അറേഞ്ച്മെൻ്റ് ആണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യനും അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ അറേഞ്ച്മെൻറ്റിലെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ ആണ്. അതായത് അനൗൺസ്മെൻറ്റ് വന്നു, അത് കഴിഞ്ഞ് എന്ത് വരുന്നു? ട്രെയിൻ വരുന്നു, അത് കഴിഞ്ഞ് പാസഞ്ചേഴ്സ് ബോർഡ് ചെയ്യുന്നു, ട്രെയിൻ വിടുന്നു. അത് തന്നെ ആൻസർ. അറേഞ്ച് ചെയ്യുക. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ പോലീസ് റിസീവ്ഡ് എ കംപ്ലൈൻറ്റ്, an investigation began, accused was arrested, court granted bail. വളരെ ഈസി അല്ലേ? വായിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടി. എ ആണ് ആൻസർ.
ആൻസർ എ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഷീ വാട്ടർഡ് ദ പ്ലാന്റ്സ്, ഷീ പ്ലാന്റഡ് ദ സീഡ്സ്, ദ സീഡ്സ് സ്റ്റാർട്ടഡ് ഗ്രോയിങ്, ഷീ പ്രിപ്പയർഡ് ദ സോയിൽ. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടേ? സോയിൽ പ്രിപ്പയർ ചെയ്യണം, വിത്ത് വിതയ്ക്കണം. അപ്പോൾ എന്താ SQ, പിന്നെന്തുവാ? വിത്ത് വിതച്ച് കഴിഞ്ഞ് വാട്ടർ ചെയ്യണം, SQP. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പ്ലാന്റ് സ്റ്റാർട്ടഡ് ഗ്രോയിങ്, അതായത് SQPR. എ ആണ് ആൻസർ. ഓക്കെ. ഇനി arrange the following sentence. Arrange again. The examination ended. Students checked their answer. Invigilator collected the answer sheets. The final bell rang. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? എന്തായിരിക്കും? സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ ഡിയും എയും സെയിം ഓപ്ഷൻസ് ആണ് കേട്ടോ. ഡി എഴുതിയവരും കറക്റ്റാണ്, ഡി. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിലെന്താണ് കറക്റ്റ് ആൻസർ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഫൈനൽ ബെൽ റാങ്, അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? എക്സാമിനേഷൻ എൻഡഡ്, അത് കഴിഞ്ഞ് സ്റ്റുഡൻസ് ചെക്ക്ഡ് ദെയർ ആൻസേഴ്സ്, ഇൻവിജിലേറ്റർ കളക്റ്റഡ് ദി ആൻസർ ഷീറ്റ്. അല്ലേ? അങ്ങനെയാണല്ലോ എക്സാം എൻഡ് ചെയ്യുന്നത്. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The company announced vacancies. Many candidates applied. A written test was conducted and selected candidates received appointment letters. ഇതിൽ എങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ് വരിക? ഒന്ന് പോസ് ചെയ്ത് ആൻസർ ചെയ്ത് പോകട്ടോ. എങ്ങനെ അറേഞ്ച്മെൻറ്റ് വരിക? ഇതും ചുമ്മാ അങ്ങ് വായിച്ചു പോയേ. ദ കമ്പനി അനൗൺസ്ഡ് വേക്കൻസി അനൗൺസ് ചെയ്യുന്നു. കാൻഡിഡേറ്റ് അപ്ലൈഡ്, അനൗൺസ് ചെയ്ത വേക്കൻസിയിലോട്ട് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുന്നു. റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിൽ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നു. സ്ട്രൈറ്റ് ഫോർവേഡ്, PQRS. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്? ഹി വോക്ക് അപ്പ് ഏർലി, ഹി വെൻറ്റ് ഫോർ എ മോർണിംഗ് വാക്ക്, ഹി റിട്ടേൺഡ് ഹോം, ഹി ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയായിരിക്കും? അങ്ങ് വായിച്ചു പോയാൽ മതി അല്ലേ? കറക്റ്റ് അത് തന്നെ ആൻസർ. രാവിലെ എണീക്കുന്നു, മോർണിംഗ് വാക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സിമ്പിൾ. ഇനി നമുക്ക് സെൻറ്റൻസ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. 2 സെൻറ്റൻസ് ബ്രോക്കൺ ആയിട്ട് തരും. അത് ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ റിയ സ്റ്റഡീഡ് ഹാർഡ്, ഷീ പാസ്ഡ് ദി എക്സാമിനേഷൻ. അപ്പോൾ റിയ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് റിയ എക്സാമിനേഷൻ പാസ്സാവുന്നു. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് റിയ സ്റ്റഡീഡ് ഹാർഡ് ബിക്കോസ് ഷീ പാസ്ഡ് ദി എക്സാമിനേഷൻ. എന്താ, എക്സാമിനേഷൻ പാസ്സായത് കൊണ്ട് റിയ നന്നായി പഠിച്ചു, അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് തെറ്റ്. റിയ സ്റ്റഡീഡ് ഹാർഡ് സോ ഷീ പാസ്ഡ് ദി എക്സാമിനേഷൻ. റിയ സ്റ്റഡീഡ് ഹാർഡ്, അതായത് നന്നായി പഠിച്ചു, അതുകൊണ്ട് എക്സാമിനേഷൻ പാസ് ചെയ്ത്. ഇത് തന്നെയല്ലേ പാസ്സായി, അത് തന്നെയല്ലേ മോഡൽ പറയുന്നത്. കറക്റ്റ് ആൻസറാണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി റോഡ് വാസ് സ്ലിപ്പറി. എല്ലാവരും പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് പോണേ. നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നത്, 50 ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന ആൻസർ വെരിഫൈ ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത ബ്രോക്കൺ സെൻറ്റൻസ്, ദ റോഡ് വാസ് സ്ലിപ്പറി, ദ ഡ്രൈവർ ഡ്രോവ് കെയർഫുള്ളി. റോഡ് വളരെ സ്ലിപ്പറി ആയിരുന്നു, തെന്നുന്ന രീതിയിലുള്ളതായിരുന്നു, വഴുക്കലുള്ളതായിരുന്നു. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്തു? വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഇതിലെന്താ ആൻസർ വരിക? ദ റോഡ് വാസ് സ്ലിപ്പറി ബട്ട് ദ ഡ്രൈവർ ഡ്രോവ് കെയർഫുള്ളി. റോഡൊക്കെ തെന്നുന്നതായിരുന്നു, പക്ഷേ ഡ്രൈവർ നന്നായിട്ട് സൂക്ഷിച്ചു പോയി. അതാണ് എ പറയുന്നത്. അപ്പോൾ ബി പറയുന്നത് എന്താ? റോഡ് വാസ് സ്ലിപ്പറി ബിക്കോസ് ദ ഡ്രൈവർ ഡ്രോവ് കെയർഫുള്ളി. ഡ്രൈവർ നന്നായിട്ട് കെയർഫുള്ളായി ഓടിച്ചത് കൊണ്ട് റോഡ് സ്ലിപ്പറി ആയിരുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും അല്ല. അപ്പോൾ ഓൾദോ ദ റോഡ് വാസ് സ്ലിപ്പറി ദ ഡ്രൈവർ ഡ്രോവ് കെയർഫുള്ളി. റോഡ് സ്ലിപ്പറി ആയിരുന്നെങ്കിലും ഡ്രൈവർ നന്നായി ഓടിച്ചു, കെയർഫുള്ളായിട്ട് ഓടിച്ചു. അപ്പോൾ ഇവിടെ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹീസ് ഇൻ്റലിജൻറ്റ് ഹീസ് ഹംബിൾ. ഹീസ് ഇൻ്റലിജൻറ്റ് ഹീസ് ഹംബിൾ, അതായത് പുള്ളി ഇൻ്റലിജൻറ്റും ഹംബിളും ആണ്. ഓക്കെ. അപ്പോൾ താഴെ പറയുന്നതിൽ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഹീസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹംബിൾ. അദ്ദേഹം ഇൻ്റലിജൻറ്റുമാണ്, ബുദ്ധിമാനുമാണ്, ഹംബിളുമാണ്, വിനയനും ആണ്. ഓക്കെ. ഹീസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹംബിൾ.
ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ പവർ ഫെയിൽഡ്, വി കണ്ടിന്യൂഡ് അവർ വർക്ക്. ദ പവർ ഫെയിൽഡ്, വി കണ്ടിന്യൂഡ് അവർ വർക്ക്. എങ്ങനെയാ? ദ പവർ ഫെയിൽഡ് ബിക്കോസ് വി കണ്ടിന്യൂഡ് അവർ വർക്ക് വരുമോ? ഞങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്തത് കൊണ്ട് പവർ ഫെയിലായി? ഒരിക്കലും വരില്ല. ഓൾദോ ദ പവർ ഫെയിൽഡ് വി കണ്ടിന്യൂഡ് അവർ വർക്ക്. കറക്റ്റ് അല്ലേ? പവറൊക്കെ ഫെയിലായി, പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഷീ വാസ് ഇൽ, ഷീ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ. ഷീ വാസ് ഇൽ, ഷീ അറ്റൻഡഡ് ദ മീറ്റിംഗ്. ബിക്കോസ് ഷീ വാസ് ഇൽ, ഷീ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അതായത് സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ വരത്തില്ല. ഓൾദോ ഷീ വാസ് ഇൽ, ഷീ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അത് തന്നെയാണ് കറക്റ്റ്. അതായത് വല്ലായ്മ ഉണ്ടായിരുന്നു, പക്ഷേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, 16ാമത്തെ. ദ ബെൽ റാങ്, സ്റ്റുഡൻസ് എൻറ്റേർഡ് ദ ക്ലാസ്. അതായത് ബെല്ലടിക്കുന്നു, സ്റ്റുഡൻസ് ക്ലാസ്സിൽ കയറുന്നു. ദ സ്റ്റുഡൻസ് എൻറ്റേർഡ് ദ ക്ലാസ് ബിക്കോസ് ദർ ബെൽ റാങ്. അതായത് ബെല്ലടിച്ചത് കൊണ്ടാണ് സ്റ്റുഡൻസ് ക്ലാസ്സിൽ കയറിയത്. അതൊരു കട്ടായമായിട്ട് പറയുന്ന പോലെയാണ്, ഇല്ലെങ്കിൽ കയറില്ലായിരുന്നു എന്നുള്ളതാണ്. വെൻ ദ ബെൽ റാങ്, ദ സ്റ്റുഡൻസ് എൻറ്റേർഡ് ദ ക്ലാസ്. അപ്പം നമ്മൾ കണ്ട കാര്യം പറയാം, അത്രേ ഉള്ളൂ. അതായത് ബെല്ലടിച്ചപ്പോൾ സ്റ്റുഡൻസ് ക്ലാസ്സിൽ കയറി. അത് തന്നെയാണ് മുകളിലും പറയുന്നത് അല്ലേ? അത് തന്നെയാണ് മുകളിലും പറയുന്നത്. അല്ലാതെ ബെല്ലടിച്ചത് കൊണ്ടവന്മാർ കയറിയില്ല, കയറില്ലായിരുന്നു. അങ്ങനെ പറയരുത്. അങ്ങനെ പറയും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഹി വർക്ക്ഡ് സിൻസിയർലി. അടുത്ത ക്വസ്റ്റ്യൻ. ഹി വർക്ക്ഡ് സിൻസിയർലി, ഹി ഏൺഡ് എവറി വൺസ് റെസ്പെക്റ്റ്. അതായത് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും റെസ്പെക്റ്റ് അദ്ദേഹത്തിന് ലഭിച്ചു. എന്തായിരിക്കും? നോക്ക്. ഹി വർക്ക്ഡ് സിൻസിയർലി, സോ ഹി ഏൺഡ് എവറി വൺസ് റെസ്പെക്റ്റ്. അപ്പോൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരുടെയും റെസ്പെക്റ്റ് നേടാൻ സാധിച്ചു. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ആ മെസ്സേജ് കൺവേ ആവുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ. ബാക്കി പക്ഷേ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പോസ് ചെയ്തിട്ട് ബാക്കി 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് നിങ്ങളുടെ ആൻസറും ചെയ്ത് കഴിഞ്ഞ് പ്ലേ ചെയ്ത് ആൻസർ നോക്കണം കേട്ടോ. കറക്റ്റ് ആൻസർ വെരിഫൈ ചെയ്ത് പോവാൻ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് ആസ് എ സീക്രട്ട്. ഓക്കെ. സോ അടുത്ത് നമുക്ക് സെൻറ്റൻസ് കംപ്ലീഷൻ. കറക്റ്റ് ഏത് വാക്കാണ് ആ മിസ്സിങ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ഐ ഡാഷ് ഇനഫ് മണി, ഐ വിൽ ബൈ എ ന്യൂ ലാപ്ടോപ്പ്. ഇഫ് ഐ ഹാവ് ഇനഫ് മണി, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, നോ. ഇഫ് ഐ ഹാവിങ് അതൊരിക്കലും ചേരില്ല. ഇഫ് ഐ ഹാസും ഒരിക്കലും വരില്ല. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി വരാം, ഇഫ് ഐ ഹാവ് ഇനഫ് മണിയും വരാം. പക്ഷേ ഇവിടെ വരുന്നത് ഐ വിൽ ബൈ എ ന്യൂ ലാപ്ടോപ്പാണ്. ഐ വിൽ, ഞാൻ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കും, അല്ലാതെ വാങ്ങിച്ചേനെ എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഐ ഹാവ് മണി, എനിക്ക്. ഇഫ് ഐ ഹാവ് ഇനഫ് മണി, എൻ്റെ കയ്യിൽ പര്യാപ്തമായ പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു ലാപ്ടോപ്പ് മേടിക്കും. അത്ര തന്നെ. നെയ്തർ ദ മാനേജർ നോർ ദ എംപ്ലോയീസ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദ മിസ്റ്റേക്ക്. മാനേജറോ എംപ്ലോയീസോ ഈ മിസ്റ്റേക്കിന് കാരണം ആകുന്നില്ല എന്നുള്ളതാണ്. ഇത് 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ വരും? ആർ വരും അല്ലേ? മാനേജറും വരുന്നുണ്ട്, എംപ്ലോയീസും വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദ കമ്മിറ്റി ഡാഷ് ഇറ്റ്സ് റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക്. ദ കമ്മിറ്റി ഡാഷ് ഇറ്റ്സ് റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക്. ദ കമ്മിറ്റി സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക് അല്ല. ദ കമ്മിറ്റി വിൽ സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ഹാർഡ്ലി ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ ഡാഷ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്തായിരിക്കും ആൻസർ? ഹാർഡ്ലി ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. വരത്തില്ല. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അതും വരില്ല. ഹാർഡ്ലി ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അതായത് പറയുന്ന ഇതാണ്, ജസ്റ്റ് ആ മഴ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ആ ട്രെയിൻ അങ്ങ് പോയതേ ഉള്ളൂ. മഴ അങ്ങ് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെൻ ദ റെയിൻ സ്റ്റാർട്ടഡ്, അതായത് ആ റെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
ജസ്റ്റ് ആ ട്രെയിൻ ലീവായി ഇതുള്ളൂ. അപ്പോൾ ഇവിടെ വെൻ എന്നുള്ളതാണ് അവിടെ കറക്റ്റ് വാക്ക് വരുന്നത്. ദ ബുക്ക് ഈസ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദ ബുക്ക് ഈസ് മച്ച് ഇൻട്രസ്റ്റിംഗ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. അങ്ങനെ വരില്ല. ദ ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദ ബുക്ക് ഈസ് മെനി ഇൻട്രസ്റ്റിംഗ്, ദ ബുക്ക് ഈസ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഒന്നും വരില്ല. ഇതിൽ ദ ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഐ എക്സ്പെക്റ്റഡ് അങ്ങനെ പറയുള്ളൂ. ഇനി പാരഗ്രാഫ് കംപ്ലീഷൻ. പാരഗ്രാഫ് അതായത് ചൂസ് ദ സെൻറ്റൻസ് ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ പാരഗ്രാഫ്. നമ്മുടെ ഈ ഒരു ചെറിയ 2-3 സെൻറ്റൻസ് കൂടുന്ന പാരഗ്രാഫ്, 4ാമത്തെ സെൻറ്റൻസ് നമ്മൾ തന്നെ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതുക. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. നോക്കാം. ദ സിറ്റി എക്സ്പീരിയൻസ്ഡ് ഹെവി റെയിൻഫോൾ ത്രൂ ഔട്ട് ദ നൈറ്റ്. മെനി റോഡ്സ് വെയർ ഫ്ലഡഡ്. സ്കൂൾസ് റിമൈൻഡ് ക്ലോസ്ഡ്. ഇനി അടുത്തത് എന്താണ്? അതായത് ഈ സിറ്റി ഹെവി റെയിൻഫോളാണ് അനുഭവിച്ചു വരുന്നത് ഈ കഴിഞ്ഞ രാത്രി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റോഡ്സ് ഫ്ലഡഡ് ആയിട്ടുണ്ട്, വെള്ളം പൊങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് സ്കൂൾസിന് അവധി പ്രഖ്യാപിച്ചു, അതായത് സ്കൂൾസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ പീപ്പിൾ സെലിബ്രേറ്റഡ് എ ഫെസ്റ്റിവൽ വരുമോ? ഒരിക്കലുമില്ല. ട്രാഫിക് വാസ് സിവിയർലി ഡിസ്റപ്റ്റഡ് വരാം. റോഡ്സ് ഫ്ലഡഡ് ആണല്ലോ. ഇനി വെദർ കെയിം ഹോട്ടർ, ഒരിക്കലും റെയിൻഫോളിൽ എങ്ങനെ ഹോട്ടർ വരും? ഫാമേഴ്സ് ഹാർവസ്റ്റഡ് ക്രോപ്സ്, റെയിൻഫോളിൽ വെള്ളം പൊങ്ങി കിടക്കുമ്പോൾ എങ്ങനെ ഫാർമേഴ്സ്? അപ്പോൾ ഇത് തന്നെ കറക്റ്റ് ആൻസർ. അതാ ഞാൻ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഇങ്ങനത്തെ പാരഗ്രാഫ് ഒക്കെ വരികയാണെങ്കിൽ. യൂഷ്വലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷേ ജസ്റ്റ് നമ്മളൊരു എക്സ്പെക്റ്റഡ് ഒരു എന്തെങ്കിലും വെറൈറ്റി അവർ എക്സ്ട്രാ പിടിക്കുകയാണെങ്കിൽ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതാണ്. റെഗുലർ എക്സസൈസ് ഇംപ്രൂവ്സ് ഫിസിക്കൽ ഹെൽത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. Regular exercise improves physical health. It reduces stress and increases energy levels. It also helps maintain a healthy weight. അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും എനർജി ലെവൽസ് കൂട്ടുകയും ചെയ്യും. അത് നമുക്ക് ഒരു ഹെൽത്തി വെയ്റ്റ് മാനേജ്മെൻറ്റ് തരികയും ചെയ്യും. അപ്പോൾ എന്താ പറയുക? എന്തുവാ? ദെയർഫോർ റെഗുലർ എക്സസൈസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ഡെയിലി റുട്ടീൻ. എക്സാക്ട്ലി അത് തന്നെയാണ് ആൻസർ. ബാക്കി ഇത് വായിച്ച് നോക്കുക, നമുക്ക് ഒരു ബന്ധവും ഇല്ലാതായിട്ട് തോന്നും. കണ്ടോ? നോബഡി ലൈക്സ് എക്സസൈസിങ് ഒന്നൊരിക്കലും വരില്ല. ബാക്കി വായിച്ച് നോക്കുക. നിങ്ങൾ പോസ് ചെയ്ത ആൻസർ മാർക്ക് ചെയ്തോണേ. ഓക്കെ, ചൂസ് ദ സെൻറ്റൻസ് ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ പാരഗ്രാഫ്. ദ ഹൈക്കോർട്ട് അനൗൺസ്ഡ് വേക്കൻസീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ്. Thousands of candidates submitted the applications. The examination was conducted successfully. അതായത് ഹൈക്കോർട്ടിൻ്റെ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് വേണ്ടി വേക്കൻസീസ് അനൗൺസ് ചെയ്യുന്നു. ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതുന്ന പിള്ളേർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. എക്സാം സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ? ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് മൂവ്ഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അല്ലേ? അത് തന്നെയല്ലേ, അടുത്ത റിക്രൂട്ട്മെൻ്റ് അല്ലേ. പരീക്ഷ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസേഴ്സ് ഇതാണ്. നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ ഇൻ്റർവ്യൂ പാനൽ ഇവാലുവേറ്റഡ് ദ കാൻഡിഡേറ്റ്സ്. ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് റിസീവ്ഡ് കോൾ ലെറ്റേഴ്സ്. ദ ആപ്ലിക്കേഷൻസ് വെയർ സ്ക്രൂട്ടനൈസ്ഡ്. ദ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വാസ് പബ്ലിഷ്ഡ്. ഇതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, എല്ലാം എസ് ആണ്. എസ്സിലാണ് മെജോറിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ബി ഡിയും എല്ലാം എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എസ്? ദ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വാസ് പബ്ലിഷ്ഡ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു, പിന്നെ എന്താ വരിക? ദ ആപ്ലിക്കേഷൻസ് വെയർ സ്ക്രൂട്ടനൈസ്ഡ്. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ആയിട്ട് പിന്നെന്താ പോവുക? പിന്നെ നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. SR വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. പിന്നെന്താ സാധാരണ സംഭവിക്കുക? ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കോൾ ലെറ്റേഴ്സ് റിസീവ് ചെയ്യും, ഇൻ്റർവ്യൂ പാനൽ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. കൈൻഡ് ഓഫ് സിമ്പിൾ, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡിഫിക്കൽട്ടി. ഇനി അടുത്തത് അറേഞ്ച്മെൻറ്റ്സ്. എല്ലാം അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്, അത്യാവശ്യം. എന്നാൽ ഈസി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ 27ാമത്തെ ക്വസ്റ്റ്യൻ. The witness gave evidence before the court. The police completed the investigation. The charge sheet was filed. The trial commenced.
ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? ഇതിലും നമ്മൾ മെജോറിറ്റി വരുന്ന ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യൂ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോലീസ് കംപ്ലീറ്റഡ് ദി ഇൻവെസ്റ്റിഗേഷൻ. പിന്നെന്ത് വരും? ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ദ ചാർജ് ഷീറ്റ് വാസ് ഫയൽഡ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ട്രയൽ കമൻസ് ചെയ്തിട്ട് ദ വിറ്റ്നസ്. ട്രയൽ തുടങ്ങി കഴിയുമ്പോഴാണല്ലോ വിറ്റ്നസ്സിന് വരാൻ പറ്റുള്ളൂ. അവിടെ ഫെയർ ട്രയൽ ഒക്കെ അറിയില്ലേ, കോർട്ടിൽ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വിറ്റ്നസ്സിന് വന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. 27 ബി. ഇനി അടുത്തത്, ലൈബ്രറി മെമ്പർഷിപ്പ് വാസ് അപ്രൂവ്ഡ്, ദ ആപ്ലിക്കേഷൻ ഫോം വാസ് സബ്മിറ്റഡ്, ദ ആപ്ലിക്കൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്, ദ മെമ്പർ കാർഡ് വാസ് ഇഷ്യൂഡ്. ഇതിലെങ്ങനെ ആൻസർ വരിക? ഇതിലും ക്യൂ ആണ് ഫസ്റ്റ്. ദ ആപ്ലിക്കേഷൻ ഫോം വാസ് സബ്മിറ്റഡ്. ഓക്കെ. ദെൻ വാട്ട്? ദ ആപ്ലിക്കൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് അല്ലേ? അത് കഴിഞ്ഞ് ലൈബ്രറി മെമ്പർഷിപ്പ് വാസ് അപ്രൂവ്ഡ്. Then the membership card was given. A is the answer. 29th question like poam. The students revised the lesson. The examination timetable was published. They attended the examination. The results were declared. This is the option. 29th question. Q will come first. The examination timetable published ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? സ്റ്റുഡൻസ് ലെസൺസ് റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. ഈസ് എ. ഇൻ 30th question. The company received many applications. The vacancies were advertised. Interviews were conducted. Appointment orders were issued. ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? ക്യൂ തന്നെയാണ് കറക്റ്റ്. സ്റ്റാർട്ടിങ് ദ വേക്കൻസീസ് അഡ്വർടൈസ്ഡ്. വേക്കൻസി അഡ്വർടൈസ് ആവുന്നു. കമ്പനി റിസീവ്ഡ് മെനി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു. ആൻസർ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. എന്നാലും അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോയിൻമെൻ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. എ ആണ് ആൻസർ. ഓക്കെ. സോ 31st വൺ നമുക്ക് ആൻസർ ചെയ്യാം. അഗെയിൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദ പേഷ്യൻറ്റ് അണ്ടർവെൻറ്റ് സർജറി. ദ ഡോക്ടർ ഡയഗ്നൈസ്ഡ് ദ ഇൽനെസ്. മെഡിസിൻസ് വെയർ പ്രിസ്ക്രൈബ്ഡ്. ദ പേഷ്യൻറ്റ് റിക്കവേർഡ്. ഇതിലേതാ കറക്റ്റ് ആൻസർ? ആദ്യം ദ ഡോക്ടർ ഡയഗ്നൈസ്ഡ് ഇൽനെസ് ഡയഗ്നൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഒരു സർജറി പേഷ്യൻറ്റിന് വരുന്നു. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് എന്ത് വരുന്നു? മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് വരുന്നു? സർജറി കഴിഞ്ഞിട്ടൊരു മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഒരു സ്റ്റെപ്പുണ്ട്. ആഫ്റ്റർ എഫക്ട്സ് തടയാനും മറ്റ് ഇൻഫെക്ഷൻസ് തടയാനും മെയിൻ രോഗം മാറാനും ഒക്കെ ആയിട്ടുള്ള. അത് കഴിഞ്ഞ് എന്ത് വരുന്നു? റിക്കവർ ആവും. ഓക്കെ. സോ എ ആണ് കറക്റ്റ് ആൻസർ. പിന്നെ നെക്സ്റ്റ് വൺ, അടുത്ത കംപ്ലീഷൻ. The complaint was registered. The accused appeared before the court. The police started investigation. The court granted bail. ഇതിനെങ്ങനെയായിരിക്കും ആൻസർ വരിക? ഇതിൽ ആദ്യം തന്നെ പി, ദാറ്റ് ഈസ് ദ കംപ്ലൈൻറ്റ് വാസ് രജിസ്റ്റേർഡ്. ഓക്കെ. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആകുന്നു. പിന്നെ ദ പോലീസ്, അപ്പോൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയതിനു ശേഷം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് കോർട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ദി അക്യൂസ്ഡ് അപ്പിയർഡ് ബിഫോർ ദ കോർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ബി വരാൻ സാധ്യതയില്ലേ? ഇവിടെ എ വരാൻ സാധ്യതയില്ലേ? അതായത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആകുന്നു, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കോടതിയെ അക്യൂസ്ഡ് സമീപിച്ചിട്ട് അവിടെ നിന്നല്ലേ ബെയിൽ വരേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എ അല്ലേ ആൻസർ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് എ ആണ് ആൻസർ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഈ 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺഡ്. കാൻഡിഡേറ്റ് കംപ്ലീറ്റഡ് ദ രജിസ്ട്രേഷൻ. അഡ്മിറ്റ് കാർഡ്സ് വെയർ ഇഷ്യൂഡ്. ദ എക്സാമിനേഷൻ വാസ് കണ്ടക്റ്റഡ്. ഇതിലെങ്ങനെയായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് ആദ്യം എന്താ സംഭവിക്കുക? ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആകുന്നു. അത് കഴിഞ്ഞ് കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു.
അത് കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ്സ് ഇഷ്യൂ ആവുന്നു, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. നേരെ അങ്ങ് വായിച്ചാൽ മതി. കറക്റ്റാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് അറേഞ്ച്മെൻറ്റ്. സോ ദ സെക്കൻഡ് ലാസ്റ്റ് അറേഞ്ച്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. ജഡ്ജ് ഡെലിവേർഡ് ദ വെർഡിക്റ്റ്. ആർഗ്യുമെൻറ്റ്സ് വെർ ഹേർഡ്. കേസ് വാസ് ലിസ്റ്റഡ് ഫോർ ഹിയറിംഗ്. ദ ജഡ്ജ്മെൻറ്റ് കോപ്പി വാസ് ഇഷ്യൂഡ്. അപ്പോൾ നമുക്കറിയാം ജഡ്ജ്മെൻറ്റ് കോപ്പി ഇഷ്യൂ എന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിങ്ങനെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ അറിയാം. ജഡ്ജ് ഡെലിവേർഡ് ദ വെർഡിക്റ്റ് ചിലപ്പോൾ നമുക്ക് ഇത് തന്നെ പി തന്നെ. അപ്പോൾ പി എസ് ആണ് അവസാനം വരിക അല്ലേ? പി എസ് ആയിരിക്കണം അവസാനം വരിക. അത് തന്നെ ആയിരിക്കണം. പി എസ് ആണ് അവസാനം വരുന്നത്. അപ്പോൾ ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കേസ് വാസ് ലിസ്റ്റഡ് ഫോർ ഹിയറിംഗ്. അത് തന്നെ. അത് കഴിഞ്ഞ് ആർഗ്യുമെൻറ്റ്സ് ഹിയർ ആവുന്നു, ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നു, കോപ്പി ഇറക്കുന്നു. അത് തന്നെ. എ ആണ് ആൻസർ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് the proposal was approved, the committee discussed the matter, the suggestions were invited, the decision was implemented. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരിക? സജഷൻ ഇൻവൈറ്റ് ആവുന്നു, കമ്മിറ്റി ഡിസ്കസ് ചെയ്യുന്നു അതിനെപ്പറ്റി, പിന്നെ പ്രപ്പോസൽ അപ്രൂവ് ചെയ്യുന്നു, ഡിസിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. എ ഈസ് ദ ആൻസർ ഹിയർ. ആൻഡ് നമുക്ക് അടുത്തത് സെൻറ്റൻസ് ജോയിൻ ചെയ്യാം. ബ്രോക്കൺ സെൻറ്റൻസ് ജോയിൻ ചെയ്യാൻ നോക്കാം. ഇനി the evidence was insufficient, the accused was acquitted. നമുക്ക് എന്താണ്? എവിഡൻസ് വളരെ പരിമിതമായതുകൊണ്ട് അക്യൂസ്ഡ്, അതായത് കുറ്റാരോപിതൻ വിമുക്തനാകുന്നു അല്ലേ? അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? സിൻസ് ദ എവിഡൻസ് വാസ് ഇൻസഫിഷ്യൻറ്റ് ദ അക്യൂസ് വാസ് അക്വിറ്റഡ് അല്ലേ? അത് തന്നെ കറക്റ്റ് ആൻസർ. എവിഡൻസ്, തെളിവ് പര്യാപ്തമല്ലാത്തത് കൊണ്ട് കുറ്റാരോപിതൻ വിമുക്തനാക്കപ്പെടുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ. ഷീ കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ്, ഷീ സബ്മിറ്റഡ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. അവർ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആകുന്നു, അവർ ഡെഡ് ലൈനിന് മുമ്പ് വയ്ക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എങ്ങനെയാണ്? ഷീ കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ് ബട്ട് സബ്മിറ്റഡ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. എങ്ങനെ വരും? അടുത്തത് നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് ഷീ സബ്മിറ്റഡ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. അതാണ്. അതായത് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡെഡ് ലൈനിന് മുമ്പ് അവർ സബ്മിറ്റ് ചെയ്യുന്നു. അത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ? ഷീ കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഷീ സബ്മിറ്റഡ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജോയിനിങ് ദ സെൻറ്റൻസസിൽ വരുന്നത് ദ മീറ്റിംഗ് എൻഡഡ് എവരി വൺ ലെഫ്റ്റ് ദ ഹാൾ. മീറ്റിംഗ് കഴിഞ്ഞു, അപ്പോൾ എല്ലാവരും ആ ഹാൾ വിട്ട് പോകുന്നു. അതായത് ആസ് സൂൺ ആസ് ദ മീറ്റിംഗ് എൻഡഡ് എവരി വൺ ലെഫ്റ്റ് ദ ഹോൾ. സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അതായത് മീറ്റിംഗ് കഴിഞ്ഞ ആ നിമിഷം തന്നെ എല്ലാവരും ഹാൾ വിട്ട് പോയി. അത്ര തന്നെ. ഇനി അടുത്തത് ദ വെദർ വാസ് ബാഡ് ദ മാച്ച് കണ്ടിന്യൂഡ്. അതായത് കാലാവസ്ഥ മോശമായിരുന്നു, അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മത്സരം മുന്നോട്ട് പോയി. അതായത് ബിക്കോസ് ദ വെദർ വാസ് ബാഡ് ദ മാച്ച് കണ്ടിന്യൂഡ്. അതായത് കാലാവസ്ഥ മോശമായത് കൊണ്ട് മാച്ച് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഓൾദോ ദ വെദർ വാസ് ബാഡ് ദ മാച്ച് കണ്ടിന്യൂഡ്. നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓൾദോ ദ വെദർ വാസ് ബാഡ് ദ മാച്ച് കണ്ടിന്യൂഡ്. കാലാവസ്ഥ മോശമായിരുന്നെങ്കിൽ തന്നെയും മാച്ചിൻ്റെ വഴിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇനി അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 10 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 40ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഓഫീസർ വെരിഫൈഡ് ദ ഡോക്യുമെൻറ്റ്സ്, ഹി അപ്രൂവ്ഡ് ദ ആപ്ലിക്കേഷൻ. ഓഫീസർ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് അപ്രൂവ് ചെയ്തു, ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു. ബിഫോർ വെരിഫൈങ് ദ ഡോക്യുമെൻറ്റ്സ് ദ അപ്രൂവ്ഡ് ദ ആപ്ലിക്കേഷൻ. അത് പറ്റില്ല. വെരിഫൈ ചെയ്തിട്ടാണ് അപ്രൂവ് ചെയ്തത്. സോ ആഫ്റ്റർ വെരിഫൈങ് ദ ഡോക്യുമെൻറ്റ്സ് ഹി അപ്രൂവ്ഡ് ദ ആപ്ലിക്കേഷൻ. അങ്ങനെ വേണേൽ പറയാം അല്ലേ? ആഫ്റ്റർ വെരിഫൈങ് ദ ഡോക്യുമെൻറ്റ്സ് ഹി അപ്രൂവ്ഡ് ദി ആപ്ലിക്കേഷൻ. വൈ നോട്ട്? അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ഇനി ദ ട്രെയിൻ അറൈവ്ഡ് ദ പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്നു, പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ, കുത്തി ഇടിച്ച് കയറി. ഓക്കെ. ആസ് സൂൺ ആസ് ദ ട്രെയിൻ അറൈവ്ഡ് ദ പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. അത് തന്നെ അതിൻ്റെ ആൻസർ. ഓക്കെ. ഇനി 42nd ക്വസ്റ്റ്യൻ. നമുക്ക് സെൻറ്റൻസ് കംപ്ലീഷൻ നോക്കാം.
No sooner had the meeting begun, dash the power went off. No sooner had the meeting begun, dash the power went off. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ദാൻ ആണ്. ദാൻ ദ പവർ വെൻറ്റ് ഓഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നോ സൂണർ ഹാഡ് ദ മീറ്റിംഗ് ബിഗൻ ദാൻ ദ പവർ വെൻറ്റ് ഓഫ്. അതായത് നോ സൂണർ ദാൻ, ലേറ്റർ ദാൻ അങ്ങനെ പറയത്തില്ല, അതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. നോ സൂണർ ഹാഡ് ദ മീറ്റിംഗ് ബിഗൺ ദാൻ ദ പവർ വെൻറ്റ് ഓഫ്, അതൊരു കോമ്പിനേഷനാണ്. ഇനി 43-ാമത്തെ ക്വസ്റ്റ്യൻ. The information provided by the witness dash reliable. The information provided by the witness, ഒറ്റാള് വിറ്റ്നസ്, ഈസ് റിലയബിൾ. ഓക്കെ, ഈസ് റിലയബിൾ. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ് ഡാഷ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഐഡൻറ്റിറ്റി പ്രൂഫ്. എന്ത് വരും? ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഐഡൻറ്റിറ്റി പ്രൂഫ്. ഈസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറയാം. പക്ഷേ ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലാർ ഒരു ടോൺ അവിടെ വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ 45. ഹാഡ് ഐ നോൺ അബൌട്ട് ദ വേക്കൻസി ഐ ഡാഷ് ഫോർ ദ പോസ്റ്റ്. എനിക്ക് ആ വേക്കൻസിയെ പറ്റി അറിയാമായിരുന്നെങ്കിൽ എന്ത് പറയും? അടുത്തത് ഡാഷ് ഐ വുഡ് അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യും. എനിക്ക് ആ വേക്കൻസിയെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കാം. ബി, വുഡ് ഹാവ് അപ്ലൈഡ്. ഐ വുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ്. അതായത് എനിക്ക് ആ വേക്കൻസിയെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തേനെ എന്നുള്ളത്. ഐ വുഡ് ഹാവ്, എനിക്ക് ആ വേക്കൻസിയെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തേനെ. വുഡ് ഹാവ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. Scarcely had the judge entered the courtroom dash everyone stood up. Scarcely had the judge entered the courtroom when everyone stood up. Okay, നമ്മൾ ആദ്യം ഒരു വെൻ ആൻസർ ചെയ്തില്ലേ, അതേ ലോജിക്ക് തന്നെയാണ് ഇതും. ഇനി നമുക്ക് പാരാ കംപ്ലീഷൻ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു കം. നമ്മളിതിന് മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സിമ്പിളാണ്, വന്നാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ദ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ഡിജിറ്റൽ സർവീസസ് ഫോർ ദ പബ്ലിക്. Citizens can now access many services online. This had reduced the need to visit government offices frequently. Okay. സോ ഗവൺമെൻറ് ഒരുപാട് ഡിജിറ്റൽ സർവീസസ് പബ്ലിക്കിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താ, സിറ്റിസൻസിന് ഒരുപാട് സർവീസസ് ഓൺലൈനിൽ തന്നെ ആക്സസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് ഓഫീസസിലൊന്നും വലിയ കാര്യമായിട്ട് പോകേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അതിൻ്റെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താവും? ആസ് എ റിസൾട്ട് ദ പബ്ലിക് സർവീസ് ഡെലിവറി ഹാസ് ബിക്കം മോർ എഫിഷ്യൻറ്റ്. ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ആൻസർ ആണ്. സ്ട്രെയിറ്റ് ഫോർവേഡ്, നമുക്ക് എയിൽ തന്നെ ആൻസർ കിട്ടി. 48. റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഇംപ്രൂവ്സ് വൊക്കാബുലറി. ഇറ്റ് ഓൾസോ ഹെൽപ്സ് അസ് സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് കറണ്ട് അഫയേഴ്സ് ആൻഡ് ഡെവലപ്പ് അനാലിറ്റിക്കൽ തിങ്കിങ്. അതായത് ന്യൂസ് പേപ്പർ റീഡ് ചെയ്താൽ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവും. ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് പുതിയ വാക്കുകളും നമുക്ക് പ്രയോഗിക്കാനും നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. അതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കറണ്ട് അഫയേഴ്സിനെ പറ്റിയും നമുക്കൊരു അനാലിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും ന്യൂസ് പേപ്പർ സഹായിക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഹെൻസ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് റെഗുലർലി ഈസ് എ വാല്യുബിൾ ഹാബിറ്റ്. സ്ട്രൈറ്റ് ഫോർവേഡ്, അഗെയിൻ കറക്റ്റ് ആൻസർ ആണ്. ഇനി 49. ഹൈക്കോർട്ട് ഇഷ്യൂഡ് ആൻ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് റിക്രൂട്ട്മെൻറ്റ്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് സബ്മിറ്റഡ് ദെയർ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം. ദി എക്സാമിനേഷൻ വാസ് കണ്ടക്റ്റഡ് വിത്തൗട്ട് എനി ഇഷ്യൂസ്. അടുത്ത് എന്തായിരിക്കും? അതായത് ഹൈക്കോർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ, റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. എലിജിബിൾ കാൻഡിഡേറ്റ്സ് എല്ലാവരും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ആ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്യുന്നു.
എക്സാമിനേഷൻ ഒരു ഇഷ്യൂവും ഇല്ലാതെ കണ്ടക്റ്റ് ആവുന്നു. അത് കഴിഞ്ഞ് എന്താ, സെലക്ഷൻ പ്രോസസ്സസ് പ്രൊസീഡഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലോട്ട് സെലക്ഷൻ പ്രോസസ്സ് പ്രൊസീഡ് ആവും, അത്ര തന്നെ. സെയിം സ്ട്രൈറ്റ് ഫോർവേഡ് എ തന്നെ ആൻസർ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേ, ആൻഡ് ഇത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Planting trees, reducing pollution and conserving water are simple yet effective measures. അടുത്ത സെൻറ്റൻസ് എന്തായിരിക്കും? അതായത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മരം നട്ടുപിടിപ്പിക്കുക, നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കുക, വാട്ടർ കൺസർവ് ചെയ്യുക, ഇതെല്ലാം എഫക്റ്റീവ് മെഷേഴ്സാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഇനി എന്തായിരിക്കും അതിൻ്റെ അടുത്ത സെൻറ്റൻസ്? എവരി സിറ്റിസൺ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. അത് തന്നെ. അതുകൊണ്ട് എന്താ, നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എന്നാലേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ആൻസർ. അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അതിൽ ഒരു ഓപ്ഷൻ ഡൗട്ട് വന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ, അതല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് ഇതല്ല അത് തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ എന്നൊക്കെ ഉള്ള അഭിപ്രായം ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെ മാർക്ക് നിങ്ങൾ തന്നെ കൂട്ടുക. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദിസ് എക്സാം. So all the best for everyone. We will meet tomorrow. Okay? Bye for today.